സൈലത്തിൽ സമ്മാന ആരോപണം മാത്രമല്ല, അതൊരു യഥാർത്ഥമാണ്. ഇന്നലെ നടന്ന കെമിസ്ട്രി എക്സാമിൽ ചോദ്യപേപ്പറിൽ 40ൽ 36 മാർക്കുള്ള ചോദ്യം വന്നത് സൈലത്തിലാണ്. അതുപോലെ അഡീഷണൽ ക്വസ്റ്റ്യനായിട്ട് വന്ന 50 മാർക്കിൽ 46 മാർക്കിന് എന്ത് വരുന്നുണ്ട്, സൈലത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് എവിടുന്ന് വന്നെന്ന് ആരും അവരോട് ചോദിക്കുന്നില്ല. അവരെ സൈലം എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് അത് പറയാൻ ആളുകൾക്ക് മടി. അതെന്താ വെച്ചാൽ വൻ സ്രാവാണ് സൈലം. അതല്ലാതെ കൊടുവള്ളിയിലുള്ള ഏതൊരു സൊല്യൂഷനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. എല്ലാവരും ആരൊക്കെ ഇതിൽ പ്രതികളുണ്ടോ അവരൊക്കെ ഇതിൽ വരണം. ഇന്നിപ്പോൾ നമ്മൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, DDക്ക് നമ്മളൊരു പരാതി കൊടുത്തു. ഇതിനെ ശക്തമായ രീതിയിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതുവരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ സൈലം ഇതിൻ്റെ കഴിഞ്ഞ എക്സാമിന് സൈലത്തിൻ്റെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് സൈലത്തിൻ്റെ പേര് പല തവണ കഴിഞ്ഞ ടേമിൽ DDക്ക് പരാതി കൊടുത്തതാണ്, SP പരാതി കൊടുത്തത്. ഇതിലൊക്കെ ഒന്നാമത് സൈലത്തിൻ്റെ പേരാണ്. പക്ഷേ പരാതി നേരെ സ്റ്റേറ്റിലേക്ക് എത്തിയ സമയത്ത് ആ സൈലത്തിൻ്റെ പേര് അവിടെ കാണുന്നില്ല. ഇന്നലെയും മെനിയാന്നൊക്കെ ജില്ലാ പ്രസിഡന്റ് ശക്തമായ രീതിയിൽ സൈലത്തിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അതെന്ത് കാണുന്നില്ല, മീഡിയാസിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിലോ അത് എത്തുന്നില്ല. ക്രൈംബ്രാഞ്ച് ആയാലും പോലീസാണ് അന്വേഷണം സൈലത്തിലേക്ക് എത്തുന്നില്ല. അപ്പോൾ സൈലുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെങ്കിൽ ശക്തമായ ഒരു മാർച്ച് വരെ ഞങ്ങൾ അങ്ങോട്ട് വെക്കാനുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അതിൽ ഗവൺമെൻറ് അന്വേഷണം പൊതു പ്ലാറ്റ്ഫോം എല്ലാവരുടെ അടുത്തേക്ക് ഗവൺമെൻറ് അന്വേഷണം എത്തിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കെമിസ്ട്രി എക്സാമിൽ അതിൻ്റെ തെളിവ് സഹിതമാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലും DDക്കും നമ്മൾ അയച്ചത്. ഏത് സമയത്താണ് അവർ ക്വസ്റ്റ്യൻ വിട്ടത്, ഏതൊക്കെ ചോദ്യങ്ങളാണ്, എത്ര മണിക്കാണ് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് അതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽ കൊടുവള്ളി പോലീസിനും അതുപോലെ DDക്കും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയുമായിട്ട് പോലീസും DDയും പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സൈലമാണെന്നാണ് നമ്മൾ കരുതുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ സൈലത്തിൽ ഗവൺമെൻറ് അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും എന്താക്കുന്നില്ല, ആരും പുറത്തു വിടുന്നില്ല. അതിൻ്റെ എല്ലാ തെളിവും നമ്മളെ കയ്യിലുണ്ട്. ഏതൊക്കെ അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്, ഏത് സമയത്താണ് പഠിപ്പിക്കുന്നത്, ഓൺലൈൻ ചാനൽ, ഇത് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായ തെളിവ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അധ്യാപകർ ചട്ടലംഘനം നടത്തിയിട്ടാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പോയിട്ട് എന്താക്കുന്ന ക്ലാസ് എടുത്തു കൊടുക്കുന്നതും ഈ ഗവൺമെൻറ് അധ്യാപകർ വഴിയാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സൈലത്തിൽ എത്തുന്നതെന്നും നമ്മൾ സംശയിക്കുന്നുണ്ട്. ഗവൺമെൻറ് അധ്യാപകർക്കെതിരെ നമ്മൾ പരാതി കൊടുത്തിട്ടില്ല. അത് അടുത്ത പരാതി നമ്മൾ കൊടുക്കും. ഈ നാളെ തന്നെ ഏതൊക്കെ അധ്യാപകരാണ്, ഏത് സ്കൂളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ പരാതി നമ്മൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലും DDക്കും നമ്മൾ കൊടുക്കുന്നതാണ്.